കിസ്സ തുടങ്ങാം. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കഥ കഴിഞ്ഞ രാത്രി എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് ഓർമ്മയുണ്ടല്ലോ. പിതാവിന്റെ സ്നേഹവാത്സല്യങ്ങളിൽ വളർന്ന ബാലനായ യൂസുഫിനെ അസൂയാലുക്കളായ സഹോദരങ്ങൾ ചതിയിലൂടെ ഇരുണ്ട കിണറ്റിലേക്ക് തള്ളിയിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞു യൂസുഫ് ഈജിപ്തിലെ അടിമച്ചന്തയിൽ വീഴ്ത്തപ്പെട്ടു. പക്ഷേ ഈജിപ്തിലെ മന്ത്രിയുടെ കൊട്ടാരത്തിൽ ആദരവോടെ അദ്ദേഹം വളർന്നു. എന്നാൽ തിന്മയ്ക്ക് വഴങ്ങാതെ നന്മ തെരഞ്ഞെടുത്ത യൂസുഫ് ചെയ്യാത്ത കുറ്റത്തിന് വഞ്ചിക്കപ്പെടുകയും തടവറയിലാക്കപ്പെടുകയും ചെയ്യുന്നു. തടവറയ്ക്കുള്ളിലും അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി മാറുന്നു. വിശ്വാസത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും സഹതടവുകാരെ അദ്ദേഹം പഠിപ്പിക്കുന്നു. കൂടെയുള്ള 2 പേരുടെ സ്വപ്നങ്ങൾക്ക് യൂസുഫ് നബി വ്യാഖ്യാനം നൽകി. അവരിൽ ഒരാൾ മോചിപ്പിക്കപ്പെടുകയും രണ്ടാമൻ വധിക്കപ്പെടുകയും ചെയ്യുന്നു. അതേസമയം ഈജിപ്തിലെ രാജാവിനെ ആർക്കും വിശദീകരിക്കാനാവാത്ത ഒരു സ്വപ്നം അസ്വസ്ഥനാക്കുന്നു. കഥ തുടരട്ടെ. താൻ കണ്ട വിചിത്രവും ഭയാനകവുമായ സ്വപ്നം ഈജിപ്തിലെ രാജാവിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. പുരോഹിതന്മാർക്കോ ജ്യോത്സ്യന്മാർക്കോ ജ്ഞാനികൾക്കോ ആർക്കും തന്നെ അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും പരാജയപ്പെട്ടു. കൊട്ടാരമാകെ അങ്കലാപ്പ് പടർന്നു. ഈ സമയം ഇതിൽ നിന്നെല്ലാം അകലെ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് ക്ഷമയോടെ തടവറയിൽ കഴിയുകയാണ് യൂസുഫ് നബി. മനുഷ്യന്റെ അറിവ് അവസാനിക്കുന്നിടത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാതിൽ അള്ളാഹു തുറക്കുന്നു. മറന്നുപോയ ഒരു വാഗ്ദാനം ഓർമ്മിപ്പിക്കപ്പെടാൻ പോകുന്നു. തടവറയുടെ ഇരുമ്പ് കവാടങ്ങൾ വലിയ ശബ്ദത്തോടെ തുറന്നു. യൂസുഫ് നബി അത് ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ ആ ശബ്ദത്തിന് മറ്റെന്തോ പ്രത്യേകതയുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഇടുങ്ങിയ ഇടനാഴിയിലൂടെ കാൽപെരുമാറ്റങ്ങൾ മുഴങ്ങി. അത് സാധാരണയേക്കാൾ ഉറച്ചതും തിടുക്കമുള്ളതുമായിരുന്നു. കാവൽക്കാർ വണങ്ങി നിന്നു. രാജകൊട്ടാരത്തിൽ നിന്നുള്ള ഒരു ദൂതൻ എത്തിയിരിക്കുന്നു. ദൂതൻ യൂസുഫ് നബിയുടെ ജയിൽമുറിക്ക് മുന്നിൽ നിന്നു. അഴികൾക്കിടയിലൂടെ അദ്ദേഹം തടവുകാരനെ ഒന്ന് നോക്കി. ഒരു നിമിഷം അയാൾ ഒന്നും മിണ്ടിയില്ല. ഇതാണോ ആ മനുഷ്യൻ? ആളുകൾ രഹസ്യമായി സംസാരിക്കാറുള്ള ആ തടവുകാരൻ? സ്വപ്നങ്ങളുടെ ഭാഷ അറിയുന്നവൻ ഇദ്ദേഹമാണോ? ദൂതൻ മനസ്സിൽ ചോദിച്ചു. ഒടുവിൽ അദ്ദേഹം സംസാരിച്ചു. യാക്കൂബിന്റെ മകൻ യൂസുഫ്. അയാളുടെ സ്വരത്തിൽ ഔദ്യോഗികമായ ഗാംഭീര്യവും എന്നാൽ നേരിയൊരു സംശയവും ഉണ്ടായിരുന്നു. ഈജിപ്തിലെ രാജാവിന്റെ കൽപ്പന പ്രകാരം നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. യൂസുഫ് നബി ശാന്തനായി എഴുന്നേറ്റു. വർഷങ്ങളോളം ചങ്ങലകളിൽ കിടന്നിട്ടും അദ്ദേഹത്തിന്റെ ശിരസ് കുനിഞ്ഞിരുന്നില്ല. അനീതിക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ തിളക്കം കെടുത്താനും കഴിഞ്ഞില്ല. പറയൂ, യൂസുഫ് നബി സൗമ്യമായി പറഞ്ഞു. എന്നെപ്പോലൊരു തടവുകാരനിൽ നിന്ന് രാജാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? ദൂതനൊന്നും മടിച്ചു. പിന്നെ മറുപടി നൽകി. രാജാവ് ഒരു സ്വപ്നത്താൽ അസ്വസ്ഥനാണ്. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഉലച്ചിരിക്കുന്നു. ഈജിപ്തിലെ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും പണ്ഡിതന്മാരെയും അദ്ദേഹം വിളിച്ചു വരുത്തി. പക്ഷേ ആർക്കും അത് വിശദീകരിക്കാനായില്ല. ഒരിക്കൽ നിന്റെ കൂടെ ഈ ജയിൽമുറി പങ്കിട്ട മദ്യം വിളമ്പുകാരൻ നിന്നെ ഓർക്കുകയും നിന്റെ ഈ കഴിവിനെക്കുറിച്ച് രാജാവിനോട് സംസാരിക്കുകയും ചെയ്തു. യൂസുഫ് നബി ഒരു നിമിഷം കണ്ണുകൾ താഴ്ത്തി. അത് അഹങ്കാരം കൊണ്ടല്ല, പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടായിരുന്നു. നബി പറഞ്ഞു, രാജാവിന്റെ സ്വപ്നം എന്നോട് പറയൂ. ദൂതനൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് സ്വപ്നം വിശദീകരിച്ചു. നെയിൽ നദിക്കരയിലെ ഒരു തോട്ടത്തിൽ രാജാവ് തന്നെ കണ്ടു. അവിടെ കൊഴുത്തുരുണ്ട ആരോഗ്യമുള്ള 7 പശുക്കൾ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് മെലിഞ്ഞുണങ്ങിയ വിരൂപികളായ 7 പശുക്കൾ വന്നു. ആ മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ ആക്രമിക്കുകയും അവയെ വിഴുങ്ങുകയും ചെയ്തു. എന്നിട്ടും അവ മെലിഞ്ഞു തന്നെയിരുന്നു. രാജാവ് ഭയത്തോടെ ഉണർന്നു. ആ സ്വപ്നത്തിന് വലിയ എന്തോ അർത്ഥമുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ജയിൽമുറിയിൽ നിശബ്ദത പടർന്നു. യൂസുഫ് നബി കണ്ണുകൾ അടച്ചു. അദ്ദേഹം ധൃതി കാണിച്ചില്ല, ഊഹങ്ങൾ പറഞ്ഞതുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് നിശബ്ദമായ ഒരു പ്രാർത്ഥനയിലായിരുന്നു. അള്ളാഹു മാത്രം കേട്ട പ്രാർത്ഥന. ദൂതൻ അമ്പരപ്പോടെ നോക്കി നിന്നു. ഈ മനുഷ്യൻ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ചെയ്യുന്നില്ല. അദ്ദേഹം ശാന്തമായ വെള്ളം പോലെ അവിടെ തന്നെ നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞ് യൂസുഫ് നബി കണ്ണു തുറന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, ഉത്തരവാദിത്തം നിറഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ സ്വപ്നം അർത്ഥശൂന്യമല്ല, മനസ്സിന്റെ ഒരു തോന്നലുമല്ല. ഇതൊരു മുന്നറിയിപ്പാണ്, അതോടൊപ്പം ഒരു അനുഗ്രഹവും. ദൂതൻ അഴികളോട് ചേർന്ന് നിന്നു. യൂസുഫ് നബി തുടർന്നു. ഈജിപ്ത് അതിസുഭിക്ഷമായ 7 വർഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഭൂമി സമൃദ്ധമായി വിളവ് നൽകും. ധാന്യങ്ങൾ കുന്നുകൂടും. കായ്കനികൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം പെരുകും. നൈൽ നദി നാടിനെ അനുഗ്രഹിക്കും. ജനങ്ങൾ സന്തോഷിക്കും. ദൂതൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് തലയാട്ടി. എന്നാൽ ഈ 7 വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് നബിയുടെ സ്വരം കടുത്തു. കഠിനമായ വരൾച്ചയുടെ 7 വർഷങ്ങൾ വരും. ആകാശം മഴ നൽകില്ല. ഭൂമി വിണ്ട് കീറും. കൃഷികൾ നശിക്കും. മരങ്ങൾ ഉണങ്ങും. മുൻപ് കരുതിവെച്ച ധാന്യങ്ങൾ കൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് അതിജീവിക്കാനാവൂ. ദൂതന്റെ മുഖം വിളറി. എങ്കിലും യൂസുഫ് നബി കൈകൾ അല്പം ഉയർത്തി പറഞ്ഞു, ഈ സ്വപ്നം ഒരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. ക്ഷാമത്തിന് ശേഷം വീണ്ടും സമൃദ്ധി മടങ്ങി വരും. അതുകൊണ്ട് കാര്യം വ്യക്തമാണ്. സുഭിക്ഷമായ കാലത്ത് ഈജിപ്ത് മിതമായി ചെലവഴിക്കണം. ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കണം, പാഴാക്കി കളയരുത്. എങ്കിൽ മാത്രമേ ക്ഷാമത്തിന്റെ നാളുകളിൽ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പോകുന്നതിനു മുന്നേ നബി ദൂതനോട് പ്രത്യേകം പറഞ്ഞു, നീ രാജാവിനോട് പറയണം, ഈ അറിവ് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഈജിപ്ത് രക്ഷപ്പെടും. ഈജിപ്ത് മാത്രമല്ല, അതിനപ്പുറമുള്ള പല നാടുകളും. ദൂതൻ അറിയാതെ തലകുനിച്ചു. നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും ഞാൻ രാജാവിനെ അറിയിക്കാം. അയാൾ പോകാനായി തിരിഞ്ഞു. എന്നിട്ട് നിർത്തി. യൂസുഫ്, നിന്റെ വ്യാഖ്യാനം രാജാവിനെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ നിന്നെ ഉടൻ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഇത് കേട്ടിട്ടും
യൂസുഫ് നബിയിൽ ഒരാവേശവും കണ്ടില്ല, ഒരു ഭാവമാറ്റവുമില്ല. അത് ദൂതനെ അത്ഭുതപ്പെടുത്തി. രാജാവിനോട് ഇതും പറയുക. യൂസുഫ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുകയും അത് പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ ഞാൻ ഈ തടവറയിൽ നിന്ന് പുറത്തു വരില്ല. എന്റെ അഭിമാനത്തിൽ ഒരു കറ ബാക്കി നിൽക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൂതൻ അദ്ദേഹത്തെ ഒന്നുകൂടി നോക്കി. ഇപ്പോൾ അയാളുടെ മുന്നിലുള്ളത് ഒരു തടവുകാരനല്ല, മറിച്ച് അചഞ്ചലമായ അന്തസ്സുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ ഈ വാക്കുകൾ എത്തിക്കാം, അദ്ദേഹം മെല്ലെ പറഞ്ഞു. യൂസുഫ് നബിയിൽ നിന്ന് ലഭിച്ച മുന്നറിയിപ്പുമായി ദൂതൻ അവിടെ തരിച്ചു നിന്നുപോയി. ഇതൊരു അവ്യക്തമായ പ്രവചനമായിരുന്നില്ല, വ്യക്തവും കൃത്യവും അടിയന്തരവുമായ ഒരു വഴികാട്ടിയായിരുന്നു. ഇരുമ്പുവാതിലുകൾ വീണ്ടും അടഞ്ഞപ്പോ യൂസുഫ് നബി തന്റെ സ്ഥാനത്തേക്ക് മടങ്ങി. തടവറ പഴയതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ആ മതിലുകൾക്ക് പുറത്ത് വിധിയുടെ ചക്രങ്ങൾ കറങ്ങി തുടങ്ങിയിരുന്നു. ഹൃദയമിടിപ്പോടെ ദൂതൻ കൊട്ടാരത്തിലേക്ക് തിരികെ ഓടി. ഇത്രയും ഗൗരവമേറിയ വാക്കുകൾ അയാൾ ഇതിനു മുമ്പ് വഹിച്ചിരുന്നില്ല. അയാൾ രാജസന്നിധിയിലെത്തിയപ്പോ രാജാവ് വല്ലാത്ത ഉത്കണ്ഠയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. എന്തുപറ്റി? രാജാവ് ചോദിച്ചു. ആ തടവുകാരൻ സംസാരിച്ചോ? ദൂതൻ വണങ്ങി നിന്നുകൊണ്ട് യൂസുഫ് പറഞ്ഞ ഓരോ കാര്യവും വിവരിച്ചു. സുഭിക്ഷമായ 7 വർഷങ്ങൾ, വരാനിരിക്കുന്ന കഠിനമായ ക്ഷാമം, മിതവ്യയത്തിന്റെ ആവശ്യകത, ധാന്യം ശേഖരിക്കേണ്ടതിന്റെ ഗൗരവം. ദൂതൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ രാജസഭ നിശബ്ദമായി. രാജാവ് നടത്തം നിർത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. പിന്നെ അത് സൗമ്യമായി. ഒടുവിൽ രാജാവ് പറഞ്ഞു, ഇതൊരു സാധാരണ വ്യാഖ്യാനമല്ല, ഇത് സത്യത്താൽ നയിക്കപ്പെട്ട ജ്ഞാനമാണ്. രാജാവിന്റെ മുഖത്ത് ആശ്വാസവും ഒപ്പം ആദരവും നിറഞ്ഞു. ആ യുവാവിനെ ഉടൻ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ, രാജാവ് കൽപ്പിച്ചു. എന്നാൽ ദൂതനൊന്ന് മടിച്ചു. എന്നിട്ട് പറഞ്ഞു, തിരുമനസേ, തന്റെ നിരപരാധിത്വം പരസ്യമായി തെളിയിക്കപ്പെടാതെ ജയിൽ മോചിതനാകാൻ യൂസുഫ് വിസമ്മതിക്കുന്നു. രാജസഭയിൽ ഒരു മർമ്മരം പടർന്നു. രാജാവിന്റെ പുരികങ്ങൾ അത്ഭുതം കൊണ്ടുയർന്നു. ഇത്രയെല്ലാം അനുഭവിച്ചിട്ടും രാജാവ് പതുക്കെ പറഞ്ഞു, നീതി ലഭിക്കാതെ